നമസ്തേ. ജനൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 4 പതിറ്റാണ്ടിലേറെയായുള്ള സംഗീത സപര്യ സംഗീതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ച് അനുവാചക ഹൃദയങ്ങളെ അനുഭവവേദ്യമാക്കിയ അതുല്യ പ്രതിഭ. MG എന്ന രണ്ടക്ഷരത്തിൽ സംഗീതത്തിൻ്റെ മധുരമുണ്ട്, ഗന്ധമുണ്ട്, മഹത്വമുണ്ട്, മറക്കാനാവാത്ത ഓർമ്മകളുടെ കലവറയുണ്ട്. പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനും ചലച്ചിത്ര പിന്നണി ഗായകനും മ്യൂസിക് റിയാലിറ്റി ഷോകളുടെ സ്ഥിരം വിധികർത്താവും സംഗീത പരിപാടികളുടെ അവതാരകനും സർവോപരി മനുഷ്യസ്നേഹിയുമായ MG ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ലേഖ ശ്രീകുമാറുമാണ് ഈ സുദിനത്തിൽ ഞങ്ങളോടൊപ്പം അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇരുവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോരോ പൂവും നുള്ളി ഈണത്തിൽ പാട്ടും പാടി ഓണ നിലാവും കാണാൻ വാ. പൂവേ പൊലിപ്പാട്ടും പാടി പൂവാടപ്പട്ടും ചുറ്റി താളത്തിൽ കൊഞ്ചും പെൺകിളി പൊന്നോണത്തുമ്പിയായി വേഗം ഊഞ്ഞാലിലാടാൻ നീയും വാ. പൂവേ പൊലിപ്പാട്ടും പാടി പൂവാടപ്പട്ടും ചുറ്റി താളത്തിൽ കൊഞ്ചും പെൺകിളി. ആദ്യം തന്നെ ഓണാശംസകൾ. ഓണാശംസകൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും, അല്ലാതെ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. സ്നേഹിക്കാത്തവരുണ്ടോ? അറിഞ്ഞൂടല്ലോ, നമുക്കറിയില്ലല്ലോ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഈ പൂക്കളത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് ഓടിയെത്തുന്നത്? ആക്ച്വലി ഓണം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തായിരുന്നു. ഞാൻ ഹരിപ്പാടാണ് ജനിച്ചത്. അതെ. ഞാൻ 2 വയസ്സിൽ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വന്നു. കാരണം എൻ്റെ ചേട്ടന് പഠിക്കാനും ചേച്ചിയെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ അന്ന് അച്ഛന് റിട്ടയർഡായി. അപ്പോഴത്തേക്ക് ഞാൻ 17 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എൻ്റെ ചേച്ചി ഞാനുമായിട്ട്. അപ്പം വേണ്ടാന്ന് വെച്ചതാണ് എന്നെ. പിന്നെയും പോട്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടു. ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഇതുവരെ എത്തി. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഹരിപ്പാടാണ് എൻ്റെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നത്. ഹരിപ്പാട്ട് എൻ്റെ ജന്മവീടിൻ്റെ മുറ്റത്ത് നിന്ന ചക്കരമാവിൻ്റെ ഗന്ധവും അതുപോലെ തന്നെ അതിൻ്റെ എന്താന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആംബിയൻസ്, ആ മണ്ണിൻ്റെ മണവും ഒക്കെയാണ് ഈ ഓണം എൻ്റെ മനസ്സിൽ എപ്പോഴും. അതിന് എത്ര പ്രായമായി കഴിഞ്ഞാലും അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവിടെ ഈ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ പാട്ട്, അതായത് ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഈ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ ഓർത്തത് എൻ്റെ ഹരിപ്പാട്, എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ആ മാവ്. അത് ഒരു പ്രത്യേക മാങ്ങയാണ് അതിനകത്ത്. അതായത് അത് നമ്മൾ പറയല്ലോ ഇങ്ങനെ പിഴിഞ്ഞ് കഴിക്കുന്നതിന് എന്താ പറയുന്നത്, ഈ പഴമാങ്ങ എന്നോ പഴമാമ്പഴം എന്ന് പറയും. അതിങ്ങനെ ഒരു കടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിഴിഞ്ഞ് പതുക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധുരവും അതിൻ്റെ മണവും അതിനൊരു ഗന്ധമുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു മാങ്ങയും അങ്ങനെ ഒരു മണം കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പം പിന്നെ വെളുപ്പാങ്കാലത്ത് ഇറങ്ങി എൻ്റെ കസിൻസും എല്ലാവരുമായിട്ട് പൂ പറിക്കാൻ പോവുക. പൂ പറിക്കാനല്ല പോകുന്നത്, പൂ മോട്ടിക്കാൻ പോവുക. അതാണ് അതിൻ്റെ സത്യം, അല്ലേ? ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാം സത്യം പറയണം. എനിക്കങ്ങനെ ഒരു ചെറിയൊരു അസുഖമുള്ളതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുമുണ്ട്. അതുകൊണ്ട് ഈ പൂ പറിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലൊക്കെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോൾ ഈ ഓണം ആയതുകൊണ്ട് അവരും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഞങ്ങൾ പോയി പറിക്കും, ആടാ പറിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് പിള്ളേരല്ലേ. പിന്നെ ഈ പൂവിൽ ചില ഇതിനകത്തൊക്കെ നല്ല കടിക്കുന്ന സാധനങ്ങളിരിക്കും. നമ്മൾ പറിക്കുന്നതും കയ്യിലൊക്കെ ഇട്ട് കുത്തിക്കഴിഞ്ഞാൽ 3 ദിവസത്തേക്കുള്ള വേദന എന്ന് പറഞ്ഞാൽ അതികഠിനമാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് പൂക്കളം ഉണ്ടാക്കുക, പിന്നെ അന്ന് ഇത് ഒരു മണ്ണപ്പം
വയ്ക്കുക, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. പിന്നെ ഏത് പൂവിനോടായിരുന്നു താല്പര്യം? അത് ഇപ്പം ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും അതെ, ചെവിയിൽ വയ്ക്കായിരുന്നല്ലോ നിനക്കെന്ന് പറയും. കാരണം ഇപ്പോൾ കാലഘട്ടം അതാണ്. നമ്മൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അളിയന്മാർ തോളറിഞ്ഞ് കളയും. അതുകൊണ്ട് കിട്ടുന്നത് ചെമ്പരത്തിയാണ് കിട്ടുന്നത്. നമുക്ക് റോസാപ്പൂ ഒന്നും അവിടെ കിട്ടത്തില്ല. പിന്നെ മുള്ളംപൂ, മഞ്ഞപ്പൂവുണ്ട്. അതിന് എന്താ പറയുന്നത്, ഒരു കോളാമ്പി പോലത്തെ ഒരു മഞ്ഞപ്പൂവുണ്ട്. പിന്നെ കിട്ടുന്ന പറഞ്ഞാൽ തെച്ചിപ്പൂ, അത് കുറച്ചൊക്കെ കിട്ടും. പിന്നെ പൂക്കളോടെല്ലാം ഇഷ്ടമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോൾ പൂക്കളില്ലല്ലോ. ഇല്ല, പ്രത്യേകിച്ച് ഇഷ്ടമെന്ന് പറയുന്നത് ശരിക്കുള്ള റോസാപ്പൂ ഉണ്ടല്ലോ. ഇപ്പം നമുക്കിപ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു ഇതൊക്കെ തരും. അപ്പോൾ ഞാൻ പതുക്കെ മണപ്പിക്കും, ഒരു മണവുമില്ല. ഒരു മൊന്തം പൂവാണ് ഇപ്പോൾ റോസാപ്പൂ എന്ന് പറയുന്നത്. പക്ഷേ ആ റോസിൻ്റെ യഥാർത്ഥ റോസിൻ്റെ മണം ഒന്ന് വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓണമാണ്. പിന്നെ നഗരിയിൽ അമ്പലം, അവിടുത്തെ കുളം, ആ കുളത്തിൽ ഞാൻ നീന്തൽ പഠിക്കാൻ പോകുന്നു, അതിൽ മുങ്ങിപ്പോകുന്നു. പിന്നെ അതോടുകൂടി പഠനം നിർത്തുന്നു. നീന്തൽ പഠനം അങ്ങ് നിർത്തി, കാരണം ഇനി മേലാൽ വേണ്ടാന്ന് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഓർമ്മകളാണ് എൻ്റെ ഓണത്തിൻ്റെ. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായി. കാരണം വേറൊന്നുമല്ല, അതിനുശേഷം പിന്നെ ഞാൻ ഡിഗ്രി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ഹരിപ്പാട്ട് കൂടുന്നതൊക്കെ ഓരോരുത്തരും ഓരോ ജോലിയായിട്ട് പല സ്ഥലങ്ങളിലുമായി. തിരുവനന്തപുരത്ത് ഓണസ്മൃതികളൊന്നുമില്ല. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അന്ന് ഓണം പൂക്കളം ഇടും, പക്ഷെ അത്ര ഒരു അതിഗംഭീരമുണ്ട്. അവിടുത്തെ പോലെ നാട്ടിലെ പോലുള്ള ഇതില്ല. അന്ന് നാട്ടിലാണല്ലോ, എല്ലാവരും അങ്ങോട്ട് വരും. ഏത് വിദേശ രാജ്യത്തെ എല്ലാ ബന്ധുക്കളും കൂടെ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ട്. അതിപ്പോൾ എല്ലാം പോയില്ലേ, എല്ലാവരും ഓരോ സ്ഥലത്തായി. പിന്നെ ഞാൻ സിനിമയിൽ പാടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പ്രോഗ്രാംസായി. ഈ പ്രോഗ്രാം വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇതുപോലത്തെ വിശിഷ്ട ദിവസങ്ങളിലായിരിക്കുമല്ലോ പ്രോഗ്രാം വരുന്നത്. ഓണം, അതുപോലെ ബർക്കീറിത്, പിന്നെ ന്യൂ ഇയർ. ഇപ്പോൾ വീട്ടിൽ ഓണസദ്യ ഒന്നും വെക്കാറില്ലേ? ശ്രീകുട്ടൻ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയും, അങ്ങനെ ഇലാബറേറ്റ് ചെയ്തൊന്നും വെക്കാറില്ല. 4 ദിവസം വെക്കില്ലേ സദ്യ? ഇല്ല, അതൊന്നും ഒറ്റ ദിവസം, തിരുവോണം മാത്രം. ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തനിച്ചാണ്. സാമ്പാർ, സാമ്പാർ അതൊക്കെ ഇപ്പോഴാണ് ഓർക്കുന്നത്. അല്ല, നല്ല ഒരു കുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും. നല്ല കുക്കാണോ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരം വയ്ക്കും. അങ്ങനെ മോശം കുക്കാണെന്ന് സ്വയം ഞാൻ പറയില്ല. പക്ഷേ ഈ ട്രഡീഷണൽ ഫുഡിനോട് തന്നെയാണോ താല്പര്യം? എനിക്ക് ട്രഡീഷണൽ ഫുഡാണ് ഇഷ്ടം. അപ്പം സാമ്പാർ, അവിയൽ, ഒരു തോരൻ, അതൊക്കെ എന്നും വയ്ക്കുന്നതല്ലേ. ഓണത്തിന് എന്താ പ്രത്യേകത? ഒന്നുമില്ല. പായസം, ഒരു എക്സ്ട്രാ പായസം, അതൊക്കെ ഞാൻ വയ്ക്കാറുണ്ട്. ഏത് പായസമാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം? പാൽപ്പായസമാണ്. ആഹാ, അത് ആ അമ്പലപ്പുഴ ആ ഒരു സാമീപ്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? നന്നായിട്ട് വയ്ക്കും. പാൽപ്പായസമാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് വലിയ തൃപ്തിയില്ല, എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പാൽപ്പായസം വയ്ക്കാറ്. ഓണം ഓർമ്മകൾ എങ്ങനെ? കാരണം സ്വദേശത്തുള്ള ഓർമ്മകളും ഉണ്ടാവും, വിദേശത്തുള്ള ഓർമ്മകളും ഉണ്ടാവും അല്ലേ? ഓണം ചെറിയ പ്രായത്തിൽ എനിക്കും എൻ്റെ ഒരു സിസ്റ്ററുണ്ട്. അപ്പം ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്തു പോയി ഇങ്ങനെ പൂക്കൾ പറിക്കുന്ന അതൊന്നും അച്ഛൻ അലവ് ചെയ്തിട്ടില്ല. അച്ഛൻ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അതിന് പകരം വീട്ടിൽ തന്നെ നമുക്ക് ഈ പൂക്കളം ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് പൂക്കൾ തരും. അപ്പോൾ പുറത്ത് വെപ്പിന് ഊഞ്ഞാലിടും, സ്പെഷ്യൽ അന്നത്തേക്ക് മാത്രം. അതിൻ്റെ 4ാം ഓണം കഴിയുമ്പോൾ ആ ഊഞ്ഞാൽ മുറിച്ച് കളയും. പിന്നെ പെൺകുട്ടികളിരുന്ന് അങ്ങനെ ആടിക്കളിക്കണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആ ഒരു 4 ഡേയ്സും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രായമായപ്പോഴേ വിദേശത്ത് പറഞ്ഞാൽ ഇപ്പം റെഡിമെയ്ഡ് അല്ലേ ഓണം എല്ലാം, അതിൻ്റെ ആ രീതിയിൽ പോയി. പിന്നെ ശ്രീകുട്ടനെ കണ്ടതിന് ശേഷം നമ്മുടെ ഓണം വളരെ രസമായ ഓണമാണ്, കളർഫുള്ളായി. കാരണം ആരും ഇല്ലാതെ നമ്മൾ രണ്ടുപേരും മാത്രം ആ 14 വർഷം ആ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക സുഖമായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ടോ? പിന്നെ ഞാൻ എന്നെ കട്ടി പോകുന്നത് ലേഖയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നത് വളരെ കുറവാണ്. ഞാൻ പോകുന്ന അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരാണ്, പിന്നെ ധന്വന്തരി മൂർത്തി, പിന്നെ മൂകാംബിക. അങ്ങനെയൊക്കെ കുറച്ച് എനിക്ക് എൻ്റെ ആയിട്ടുള്ള എൻ്റെ മനസ്സിന് തൃപ്തി തരുന്ന കുറച്ച് അമ്പലങ്ങളുണ്ട് പോകും. പക്ഷേ ലേഖ എല്ലാ ദിവസവും കാലത്ത് ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ശ്രീകണ്ഠേശ്വരത്ത് പോകും, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എറണാകുളത്തപ്പൻ്റെ അടുത്ത് പോകും എല്ലാ ദിവസവും, എവറി ഡേ. പിന്നെ ഗുരുവായൂർ മാസത്തിൽ 2 പ്രാവശ്യം പോകും അദ്ദേഹം. അതിലൊരു പ്രാവശ്യം ഞാനും കാണും. നമുക്ക് എല്ലാം കൂടെ ചേർന്ന് വരണമല്ലോ, ഇപ്പം ഷൂട്ടില്ലാത്ത ദിവസം. ദൈവത്തിൻ്റെ അനുഗ്രഹം ആവോളം ഉണ്ടല്ലോ അല്ലേ? അതേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല.
ഇപ്പോൾ ഓണത്തിന് പലപ്പോഴും അല്ലേ വിദേശ രാജ്യങ്ങളിൽ ഷോസുമായിട്ട് പോകാറില്ലേ? പിന്നെ ഇഷ്ടംപോലെ. ഒരു കാലത്ത് MG ശ്രീകുമാർ തന്നെയായിരുന്നു. MG ശ്രീകുമാറും ടീമും മാത്രമായിരുന്നു അല്ലേ? ഇപ്പം പുതിയ 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 ഗായികമാരൊക്കെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 10-15 പാട്ടുകാരല്ലേ വരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും പാട്ടുകാർ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പാടുന്നവരല്ല, അസാധ്യമായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. പക്ഷെ പാട്ടിനല്ല ഇപ്പം ഇമ്പോർട്ടൻസ്, പെർഫോമൻസിനാണ്. തീർച്ചയായും. യെസ്. കാരണം സ്റ്റേജിൽ കിടന്ന് ബഹളം വെച്ച് ഓടി പെർഫോം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആയില്ലേ. പണ്ടൊരു കാലത്ത് പാട്ടിനായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലേ? അല്ല, കാലം മാറുകയല്ലേ. വിധികർത്താവാണ് പറയേണ്ടത്. അല്ല, എങ്ങനെയാണ് സിനിമ, പണ്ടത്തെ സിനിമ ഇപ്പോഴത്തെ സിനിമ മാറ്റമില്ലേ? തീർച്ചയായും. ഓരോ സമയം വരുമ്പോഴത്തെ അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് പല കാര്യങ്ങളും മാറി വരും. നമ്മൾ അതിനോടൊപ്പം ചേർന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ പുതിയ പാട്ടുകാർ വരട്ടെ, നല്ല പാട്ടുകൾ വരണം. നല്ല പടത്തിൽ ഇപ്പോൾ പാട്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല, പഴയതുപോലെ ഇല്ല. കാരണം ഇപ്പം നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ തന്നെ ആ പാട്ട് ചിലപ്പം 2 വരിയോ 4 വരിയോ പടത്തിൽ വരത്തുള്ളൂ. പിന്നെ ഡയലോഗൊക്കെ ആയിട്ട് റീ റെക്കോർഡിങ് പോലെ പോകും. അപ്പം അതൊക്കെ മാറണം. അതൊക്കെ മാറി പാട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള സംഭവങ്ങൾ വന്നാലേ ഇനി രക്ഷയുള്ളൂ. ഈ കുട്ടികളൊക്കെ നന്നായിട്ട് പാടുന്നവരാണ്. അവർക്ക് ഏത്, ഞാൻ പറയട്ടെ, ഈ റിയാലിറ്റി ഷോയിൽ കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടി, ഈ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം, ഈ പാട്ട് ഒരു തെല്ലട വ്യത്യാസമില്ല. ഞാൻ എങ്ങനെ പാടിയിരിക്കുന്നു അതിനേക്കാട്ടിൽ മനോഹരമായിട്ട് പാടി. എനിക്ക് അങ്ങനെ പറയുന്നതിൽ ഒരു മടിയൊന്നുമില്ല. നമ്മൾ പാടിയൊരു പാട്ട് നമ്മളെക്കാട്ടിൽ അതിഗംഭീരമായിട്ട് അതൊരു 4 മിനിറ്റിൽ പെർഫോം ചെയ്യുക. അത് സ്റ്റുഡിയോയിലല്ല, ഇത് എത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആ കുട്ടിക്കൊക്കെ ഒരു നല്ല ഭാവി ഉണ്ടാകണം. ഇനി വരുന്ന ഒരു പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ തന്നെയാണ്. അല്ല, ഈ റിയാലിറ്റി ഷോസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? പണ്ട് നിങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ഒരു വേദി ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആരാന്ന്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ MG ശ്രീകുമാർ, ഞാൻ പടത്തിൽ പാടി പൂച്ചയ്ക്കൊരു മൂക്കുത്തി കൂലി, പിന്നെ ഓടരുതമ്മാവ് ആളറിയാം, അയൽവാസി ഒരു ദരിദ്രവാസി, ഒന്നാകുന്നില്ല ഓരടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുക, ഐ വാസ് സ്പെല്ലിങ്. അല്ല, ഈ ചോദിച്ച മലയാളിയാണോ? മലയാളി. അവിടുത്തെ കുറച്ച് എന്നെ കൊണ്ടുപോയി വൈദ്യനാഥൻ എന്ന് പറഞ്ഞൊരു സ്പോൺസറാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. 86 കണ്ടാണ്. അതിനു മുമ്പ് അക്കരെ ഇതിന് പോയിരുന്നു. അതിനല്ല. പക്ഷേ എല്ലാവരും ചോദിക്കുന്നത്, അവരൊക്കെ ചോദിച്ചത് ഞങ്ങൾക്ക് യേശുദാസിനെ മാത്രമേ അറിയാവൂ. അന്ന് ഈ ടെലിവിഷനോ ഇങ്ങനത്തെ ഷോസൊക്കെ ഇവിടെയുള്ള അമേരിക്കയിലൊന്നും കാണാറില്ല, വളരെ റെയറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ പാടി? ഞാൻ കുറേ പടത്തിൻ്റെ പാട്ട് പറഞ്ഞിട്ടും പറഞ്ഞു അറിയില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, താളവട്ടത്തിൽ പൊൻവീണ എന്നൊരു പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങും, ജന്മങ്ങൾ പുൽകുന്നിൻ നാദം നൽകൂ, ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും, ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ലാ 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 ലാ. അപ്പം കൂടി കിട്ടി ഇല്ല. അപ്പോഴും പറഞ്ഞു ദിസ് സോങ് എന്ന് പറഞ്ഞു അന്ന്. പക്ഷേ അതേ ഓഡിയൻസ് തന്നെ ഇപ്പം ഞാൻ വെറുതെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പറയുമ്പോഴത്തേക്ക് അവിടെ എത്ര 1000 പേരാണെങ്കിലും 2000 പേരാണെങ്കിലും ഒരുമിച്ച് കൈയടിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമുണ്ടായി. ഇപ്പോൾ ഒരു കുട്ടി ഒരു വേദിയിൽ, ഇപ്പം എസ്പെഷ്യലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു വേദിയിൽ വന്നൊരു 2 പാട്ട് നന്നായിട്ട് പാടി നമ്മളൊരു നല്ല കമൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വിത്തിൻ സെക്കൻഡ്സാണ് അറിയുന്നത്. മാറ്റങ്ങളാണ്, അങ്ങനെ വേണം. അതിനകത്തുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേവരാജൻ മാസ്റ്റർ, അതുപോലെ തന്നെ ബാബുക്ക, ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള എന്താണ് മുത്തുകളും രത്നങ്ങളും ഈ 6 വയസ്സ് 7 വയസ്സായിട്ടുള്ള കുട്ടികൾ പാടുമ്പോഴത്തേക്ക് ദേ ആർ ഗിവിങ് എ റീബർത്ത് ടു ദ പർട്ടിക്കുലർ സോങ്. ഇപ്പം സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി, ഇതൊക്കെ 6 വയസ്സായിട്ടൊരു കുട്ടി പാടുമ്പം അടുത്ത 4 വയസ്സായിട്ടൊരു കുട്ടി കേൾക്കുകയാണിത്. സോ മലയാളം വളരുകയാണ്. ബൈഹാർട്ട് പഠിക്കണ്ടല്ലേ? അതെ, മലയാളം സംഗീതം വളർന്നുകൊണ്ടിരിക്കുകയാണ്.
പഴയ ഇപ്പം ആർക്കും പുതിയ പാട്ടുകൾ കുട്ടികൾ ആരും വന്ന് പാടുന്നില്ല. എല്ലാവരും പാടുന്ന ദേവരാം മാഷ പാട്ടും അതെ കെ രാഘവ മാഷിൻ്റെയും MG രാജേന്ദ്രൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും അതുപോലത്തെ ആ ഇറയിലുള്ള പാട്ടുകളാണ്. പഴന്തമിഴ് പാട്ടുകളെയും ഒരു മുറൈ വന്ന് പാർത്തായ ഇതൊക്കെയാണ് കോമ്പറ്റീഷൻ പാടുന്നത്. അല്ല, റിയാലിറ്റി ഷോകളുടെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതാണ് അല്ലേ? 100% അല്ലേ? എന്ത് പറയുന്നു നിന്റെ കാഴ്ചപ്പാടത്ത്? അതെ തീർച്ചയായും തീർച്ചയായും. അത് മാത്രമല്ല കുട്ടികൾ പഴയ പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് ഇതേ പ്രായത്തിലുള്ള അടുത്ത കുട്ടികൾ കേൾക്കുകയാണ് അല്ലേ? പിന്നെ ആ കുട്ടികൾക്ക് ഈ എന്താ പറഞ്ഞ ഭാഷ തീരെ വശമില്ലാതെ വന്ന് കയറുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കും, പക്ഷെ എഴുതാനും വായിക്കാനും അറിയാത്ത കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ പഠിച്ചെടുക്കുന്നതെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നതാണോ, അത് ശരിക്കും കുട്ടികൾ പാടുന്നതാണ്, ഈ സംശയങ്ങൾ വരും കാണുന്നവർക്ക്. പക്ഷെ എല്ലാം അവർ പഠിച്ചിട്ട് പാടുന്നതാണ്. ഭർത്താവ് വിധികർത്താവിൻ്റെ റോളിൽ എങ്ങനെയുണ്ട്? എക്സലന്റ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള ഇടപെടലാണോ? അല്ല, ഞാൻ ഒന്നിനും ഇടപെടാറില്ല. അദ്ദേഹം യെസ് വളരെ എന്താ അവിടെ കുട്ടികളൊരു പാർഷ്യാലിറ്റി ഞാൻ കാണാറില്ല. എല്ലാ കുഞ്ഞുങ്ങളും തുല്യരാണ്. ശ്രീകുട്ടൻ്റെ ആ കണ്ണുകളിൽ ഞാൻ ചോദിക്കാറുണ്ട് ആരാ ഫസ്റ്റ് വരുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തെ മാർക്ക് അനുസരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അറിഞ്ഞാൽ പോലും എൻ്റെ അടുത്ത് പറയില്ല. അല്ല, MG അങ്കിളിനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. കാരണം ഇപ്പം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും അല്ലെ ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴത്തേക്ക് ഇവള് പറയുന്നത് ആ കൊച്ചു നോക്കുന്നു. അപ്പം ഒരു സ്കൂട്ടറിൽ അച്ഛനും അമ്മയുണ്ട്, നടുക്കി കൊച്ചിനെ ഇരുത്തിച്ച് പോവുക. ഈ അച്ഛനും അമ്മയും എന്നെ ഐഡൻറ്റിഫൈ ചെയ്തില്ല, പക്ഷേ ആ കൊച്ചു കുട്ടി MG അങ്കിൾ എന്ന് പറയും. എൻ്റെ ഒരു വലിയ ഭാഗ്യം അത്. കുട്ടികളെ പോലെ ചിലപ്പോൾ കുട്ടികളാകും, ഒരു കുട്ടിയെ പോലെ ആകും ചിലപ്പോൾ. അതാണ് കുഴപ്പം. പിള്ളേരെ പോലെ അങ്ങനെ ഒരു അല്ലേ കർക്കശ സ്വഭാവമൊന്നുമില്ല. എനിക്ക് ശരത് സാർ കുറെ കൂടിയല്ലേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെ ഇപ്പം മാറി തോന്നുന്നു തുടക്കത്തിലൊക്കെ. അല്ല, അന്ന് ഐഡിയ ശാസ്ത്രജ്ഞരായിരുന്നു, അദ്ദേഹത്തിന് അറിഞ്ഞൂടായിരുന്നു എങ്ങനെ ആണ് ഒരു കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികളോട്. പക്ഷെ ഇപ്പം എല്ലാം ഇപ്പം ഞാനിപ്പോൾ ഒരു ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റായിട്ടിരുന്ന് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി വിടുമ്പോൾ പിന്നെ അതിലൂടെ അങ്ങ് ഓടിക്കൊള്ളും, കുഴപ്പമില്ല. ഇതില് വരുന്ന കുഞ്ഞുങ്ങള് ശ്രീകുട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ MG അങ്കിളിനെ കാണാൻ. എനിക്ക് കണ്ണു നിറഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് എനിക്ക് ഏത് സീസണാണെന്ന് അറിഞ്ഞത്, കഴിഞ്ഞ സീസണാണോ അതിൻ്റെ മുമ്പിലത്തെ ആണോ എന്ന് അറിഞ്ഞൂടാ. ഒരു കുട്ടി നന്നായിട്ട് പാടും. ആ കുട്ടിയെ സെലക്ട് ചെയ്ത് വന്നായിരുന്നു. അപ്പോൾ അധികം സംസാരിക്കാറില്ല ആ കുട്ടി. അപ്പം നമ്മൾ ഈ എടുത്തിട്ട് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മോളെ എന്താ ചെയ്യുന്നത്, മോക്ക് എവിടെയാണ് ഇഷ്ടം, എവിടെ പോകാനാണ്, ആരാകാനാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. അവസാനം ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് എന്തോ ചോദിച്ചാൽ ആ കുഞ്ഞ് കരയുക. യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചോ, തെറ്റായിട്ട് ചോദിച്ചോ. ഞാനങ്ങ് ഒരു ഇളിഭ്യനായി. കാരണം ഇത് എൻ്റെ നിന്ന് വല്ലതും ആണോ. അപ്പം ഞാൻ ചോദിച്ചു മോളെ എന്തിനാ കരയുന്നത്, കാരണം അതിനുവേണ്ടിയൊന്നും നടന്നില്ലല്ലോ. ഇല്ല, എൻ്റെ സ്വപ്നമായിരുന്നു അങ്കിളിനെ കാണണം എന്നുള്ളത്. അത് ഞാനിപ്പം ഇത്രയും പാട്ട് പാടിയപ്പോഴും എൻ്റെ മനസ്സിൽ കുറച്ച് തെറ്റിപ്പോകുന്നത് അങ്കിളിനെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോവാണ് പാട്ടിലുള്ളത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാനൊന്ന് തൊട്ടോട്ടെ. ഓ, ആ നിമിഷം ഇപ്പോഴും പറയുമ്പോഴത്തേക്ക് രോഗം എനിക്ക് ആ നിമിഷം മറക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഞാൻ അപ്പോഴും ദൈവത്തിനെ വിളിക്കുന്നത്. ദൈവമേ ഇങ്ങനൊരു ഇതെനിക്ക് തന്നല്ലോ. ഇതൊന്നും നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പം സംഗീതത്തിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. ഇദ്ദേഹം ഒരു വലിയ ക്രിട്ടിക്കാണ്. പാട്ട് പാടില്ലേ? പാട്ട് പാടില്ലേന്ന് ചോദിച്ചാൽ ഞാൻ പാടുമായിരുന്നു. കൊച്ചിലെ നമുക്ക് മസ്റ്റാണ്, വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കും പാട്ട് പാടണം. എൻ്റെ സിസ്റ്ററിനെ എന്നെ ഇരുത്തി പഠിപ്പിക്കും. പക്ഷേ എനിക്ക് പാട്ട് പാടുന്നതിനേക്കാളും ഇഷ്ടം ഡാൻസ് ചെയ്യുന്നതായിരുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ ഡാൻസായിരുന്നു എന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷേ അച്ഛൻ മസ്റ്റായിരുന്നു. അന്നൊന്നും നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടമല്ലല്ലോ. അച്ഛനമാര് തീരുമാനിക്കും ഇവൾ ഇന്നതാകണം. അത് അച്ഛനെ കുറ്റമല്ല പറയുന്നത്, അങ്ങനെയാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛനെ പാട്ട്, പക്ഷേ എനിക്ക് ആ ഒരു വാശിയായിരിക്കും. ഞാൻ പാട്ട് പഠിക്കും, എല്ലാം തെറ്റിച്ച് പാടും. അപ്പോൾ ടീച്ചർ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് ക്ലാസിക്കൽ. പിന്നെ ഞാൻ കോളേജിലൊക്കെ കയറിയപ്പോഴും ഞാൻ ചേച്ചിക്ക് വേണ്ടിയൊക്കെ പാടിയിട്ടുണ്ട്.
പാടുമായിരുന്നു. പിന്നെ ശ്രീകുട്ടനെ കല്യാണം കഴിച്ചപ്പോൾ ഇനി അറ്റംപ്റ്റ് വേണ്ടാന്നങ്ങ് നിശ്ചയിച്ചു. ഞാൻ പലപ്പോഴും മൂളിപ്പാട്ട് പോലും പാടാറില്ലേ? സത്യം പറ. ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മൂളുന്ന കേട്ടിട്ടുണ്ട്, നന്നായിട്ട് പാടും. പക്ഷേ നമ്മൾ പാടാൻ പറഞ്ഞാൽ പിന്നെ പാടത്തില്ല. എൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്, എൻജിനീയറും വരും എൻ്റെ വീട്ടിൽ, ഇവിടെ കൊച്ചിയിൽ വീട്ടിനകത്ത് തന്നെ നല്ല സ്റ്റുഡിയോ ഉണ്ട്, എനിക്ക് വേണ്ടി മാത്രം പാടാൻ. അവിടെ ആരും കാണത്തില്ല. വെറുതെ ഒന്ന് മൂളിക്കഴിഞ്ഞാൽ അത് അതിനകത്ത് കയറി മൂളിക്കഴിഞ്ഞാൽ ഞാനും 3 പേരെ അറിയത്തുള്ളൂ. അടിപൊളിയായിട്ടൊരു പാട്ട് ഇറക്കാം. ദാറ്റ് വിൽ ബി ഒരു സർപ്രൈസ് ഫോർ ഹർ. എന്താണ്, അഭ്യുതകാംക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസ് ആയിരിക്കും. പക്ഷേ ചെയ്യത്തില്ല. ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതിൽ പാടുണ്ടല്ലോ. അല്ല, പാട്ടും ആവാലോ എന്നുള്ള. അയ്യോ വേണ്ട. അത് മാത്രമല്ല, പുതിയ ഇപ്പൊ ആധുനിക സംവിധാനം വെച്ചിട്ട് എല്ലാം ചെയ്യാം. എങ്ങനെ മോശം പാടിക്കഴിഞ്ഞാലും അല്ലേ നന്നാക്കി എടുക്കുക. അതായത് ഞാൻ പറയുന്നത്, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ഇപ്പം ഇത്ര ഒരു വരി എടുക്കണമെങ്കിൽ ചന്ദ്രിക ഇത്ര എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്നുമില്ല, ചന്ദ്രികയില മതി. അപ്പം ഞങ്ങൾ ചന്ദ്രികയിലായും കൂടെ വയ്ക്കും. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പാടാൻ പറഞ്ഞാൽ അലിയുന്നു ചന്ദ്രകാന്തം. ഇത് പാടിക്കഴിഞ്ഞാൽ ഇതൊരു 5 പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തുനിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്യും. എൻ്റെ ദൈവമേ, ശ്രീകുട്ടനാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും. അല്ല വേണേ ഞാൻ മാറിത്തരാം. നമ്മുടെ റെക്കോർഡിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം അല്ല, ഇതൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷെ ചെയ്യത്തില്ല. ദേവിക എൻ്റെ അടുത്ത് പറഞ്ഞു, മീതൽ ദേവികയും പറഞ്ഞു, ചേച്ചി വരൂ, ഞാൻ ചേച്ചിക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് ക്ലാസ്സസ് എടുത്തുതരാം, ചേച്ചിയുടെ ആഗ്രഹം. പക്ഷെ വേണ്ട, ഞാൻ പറഞ്ഞു വേണ്ട മോളെ, നൗ ഇറ്റ്സ് ടു ലേറ്റ്, വേണ്ട അത് ഒന്നും ഒരു കാലത്തും ലേറ്റ് അല്ല. അതെ അതെ, ഞാൻ പറയുന്നത് 3000-ലധികം പാട്ടുകൾ പാടി. 3000 ഒന്നുമല്ല, എത്രയായി സിനിമയിൽ 3000 എന്ന് വേണേൽ പറയാം. പക്ഷെ ഞാൻ ഡിവോഷനിലില്ലേ, അയ്യപ്പൻ പാട്ടുകൾ തന്നെ ഏകദേശം ഒരു 1000 പാട്ടെങ്കിലും പാടിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഒന്ന് പാടാമോ? ഏതാ? സാമവേദം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൽ തുറന്നീടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സ്വാമിയേ ശരണമയ്യപ്പ.